തിരഞ്ഞെടുപ്പിൽ UDF, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ ഏകീകരണം നടത്തിയെന്ന് കോങ്ങാട് MLA ശാന്തകുമാരി. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ PK ശശി ഘടകം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താനാവില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. നിങ്ങളൊക്കെ വിലയിരുത്തിയതുപോലെ തന്നെ ഇത്തവണ UDF ചില മേൽക്കോയ്മ ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരും നാളുകളിൽ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കോങ്ങാട് നിയോജക മണ്ഡലത്തില് പൊതുവെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ LDFന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പഞ്ചായത്തുകൾ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ഒന്നോ രണ്ടോ അധികം വരുന്ന വോട്ടിന്റെ വ്യത്യാസത്തിൽ ഉണ്ടായിട്ടുള്ള ചില വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗം വരുന്ന 4 പഞ്ചായത്തുകളിലാണ് ഭരണത്തിന്റെ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത്. അതേസമയം കോങ്ങാട്, കേരളശ്ശേരി, മണ്ണൂർ, അതുപോലെ തന്നെ നമ്മുടെ മങ്കര, പറളി ഈ ഭാഗങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ ചില നമുക്ക് മങ്കരയിട്ടാണെങ്കിൽ വലിയ നേട്ടമാണ്. 15 സീറ്റിൽ 11 സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ പൊതുവെ കോങ്ങാട് മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് LDFന് മുൻതൂക്കം തന്നെയായിട്ടാണ്. കോങ്ങാട് മണ്ഡലത്തിൽ LDFന് പൊതുവെ വോട്ടുകളിൽ മാറ്റമില്ല. എന്നാൽ UDF, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ അണിനിരത്തി നടത്തിയ ന്യൂനപക്ഷ ഏകീകരണം ഫലം കണ്ടു. മണ്ണാർക്കാട് നഗരസഭയിൽ LDFന് വെറും 1 വോട്ട് മാത്രം ലഭിച്ചത് ഗൗരവകരമാണ്. ഈ വിവാദം അവിടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും MLA വ്യക്തമാക്കി. അല്ല, ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. നമുക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനം. പരമാവധി ഇപ്പോൾ കാഞ്ഞിരപ്പുഴ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇവിടേക്കുള്ള സാധ്യതകൾ എത്രയാണോ അത് പൂർണ്ണമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പരമാവധി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ട് ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ജനങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പും വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാരാകുശിയിലായാലും ഇവിടെയായാലും ഒക്കെ നല്ല വികസന പദ്ധതികൾ, വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് വികസനം കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് വളരെ 100% ആത്മാർത്ഥതയോടുകൂടി ഞാൻ നിന്നിട്ടുണ്ടെന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ PK ശശി ഘടകം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താനാവില്ല. അത്തരമൊരു വോട്ട് ചോർച്ച ഉണ്ടായെന്ന് പറയാൻ സാധിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അല്ല, നമുക്ക് അങ്ങനെ വിലയിരുത്താനാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് ഞാൻ പറയുന്ന വികസനം ജനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഇത്തവണ. വികസനം ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് കൊണ്ട് ആളുകൾ വികസനമേ ചർച്ച ചെയ്തിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ അതായിരിക്കും ചർച്ച. ഇപ്പോൾ വികസനം ഇത്രയേറെ കൂടാനുകൂടി വന്നിട്ട് ചർച്ച ചെയ്യാതെ വന്നതിൻ്റെ അർത്ഥം എന്താ? പേഴ്സണൽ വോട്ടുകളാണ്. വ്യക്തിപരമായിട്ട് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങളും ഇടിവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല പ്രദേശങ്ങളിലും ഒരു മുസ്ലിം കൂടെ ഒരു കൺസോൾട്ടേഷൻ എന്ന നിലയിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയ വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഉള്ള ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പറയണത് വ്യക്തിപരമായി, അതായത് ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും എപ്പോഴും എക്കാലത്തും വിലയിരുത്തിയിട്ടുള്ളത് സ്ഥാനാർത്ഥി വ്യക്തിത്വം. അങ്ങനെ അതൊരു 50%-ലധികം അതൊരു ഘടകം. ബാക്കിയാണ് പൊളിറ്റിക്സ് വരുന്നത്. ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ വിലയിരുത്താനാവില്ല. അത് നമ്മൾക്ക് നോക്കിയിട്ടില്ല. ഇലക്ഷൻ റിവ്യൂവിൽ അത് പറയാൻ വേണ്ടി കഴിയും. കോങ്ങാട് മണ്ഡലത്തിൽ LDF വോട്ടുകൾ സുരക്ഷിതമാണെന്നും എന്നാൽ UDF നടത്തിയ വർഗീയ ധ്രുവീകരണവും വോട്ട് ഏകോപനവുമാണ് ഫലത്തെ സ്വാധീനിച്ചതെന്നുമാണ് MLAയുടെ പക്ഷം. അല്ല, വികസനം ഞാൻ പറയണത് വികസനം ചർച്ചയാവുക പറഞ്ഞല്ല, വികസനം ചർച്ചപ്പെടുകയും വികസനം കൊണ്ടുവരാതെ ചർച്ചപ്പെടുക രണ്ടാണ്. ഇപ്പോൾ പെൻഷൻ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതും ചെറക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് വന്നതും 161 കോടി രൂപയുടെ ഇവിടെ ആരെങ്കിലും വന്നു ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കണ്ടു, അവരനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ചർച്ചയാക്കിയിട്ട് അതിന് വോട്ട് എന്ന നിലയിലേക്ക് വരാൻ പൊതുവെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതായത് വികസനം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വന്നു, യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു ഡിസ്കഷനായി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നുമില്ല, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായിട്ടുള്ള ചില വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിക്ക് ഒരു പ്രഭാവമുണ്ട്. ആ വ്യക്തി പിടിക്കുന്ന വോട്ട് എത്ര തന്നെ പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അവർക്കുണ്ടാകുന്ന സ്വാധീനം പല രീതിയിലൊക്കെ വരാറുണ്ട്. CCN മണ്ണാർക്കാട്.